ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2025 റിലീസായ ട്രിഗർ എന്നൊരു ആക്ഷൻ ത്രില്ലർ സീരീസാണ്. മൊത്തം 10 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഇതിലെ നായികനെയാണ്. ലീ എന്നാണ് ആളുടെ പേര്. ആളൊരു പോലീസ് ഓഫീസറാണ്. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് മടങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്. ശേഷം പിറ്റേന്ന് രാവിലെ ഒരു കാറ് വേറൊരു കാറിൽ ഇടിച്ച് അവിടെ പ്രശ്നമായിരിക്കും. ഒരു പെണ്ണാണ് ഇടിച്ചിട്ടുള്ളത്. അപ്പോൾ അയാൾ നിങ്ങൾക്കെന്താ കണ്ണില്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. അവിടേക്ക് ലീ എത്തും. അവളും ഒരുപാട് സോറി പറയുന്നുണ്ട്. ലീ എന്തേലും പരിക്ക് പറ്റുമെന്ന് ചോദിക്കുമ്പോൾ കഴുത്തിനൊരു വേദനയുണ്ടെന്ന് പറയും. മറ്റേ പെണ്ണിനോടും ഓക്കെ ആണോന്ന് ചോദിക്കും. നിങ്ങൾ രണ്ടും നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയുമായി കോൺടാക്ട് ചെയ്ത് ഈ കേസ് ഒന്ന് റിപ്പോർട്ട് ചെയ്യും. അതിനു മുമ്പ് ഈ കാറുകൾ ഇവിടുന്ന് മാറ്റണം. ഇപ്പോൾ തന്നെ വലിയ ബ്ലോക്ക് ആയിക്കണ്. പോകാൻ നേരം ആ പെണ്ണിൻ്റെ ബാഗ് താഴെ വീഴും. അതെടുത്ത് കൊടുക്കാൻ നേരം ലീ അവളുടെ ID കാർഡ് കാണും. അതിൽ നിന്ന് അവളൊരു നേഴ്സാണെന്ന് മനസ്സിലാവും. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇന്നലെ ഉറങ്ങിയിട്ടില്ലെന്നൊക്കെ പറയും. അപ്പോൾ എന്തേലും ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, ഞാൻ പൊക്കോളാമെന്ന് പറയുന്നു. ശേഷം കാണിക്കുന്നത് ഒരു പയ്യനെയാണ്. ഇവൻ്റെ പേര് ജോങ് ടേ എന്നാണ്. കയ്യിലൊരു ഗിറ്റാറൊക്കെ ഉണ്ടാവും. അവൻ മെട്രോയിലായിരിക്കും ഉള്ളത്. അവിടെ ഒരാൾ 5000 വോൺ ആണെന്ന് പറഞ്ഞ് തോക്കുകൾ വിൽക്കാൻ നടക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അവനൊന്ന് ഞെട്ടും. അത് കണ്ട് അതിലുണ്ടായിരുന്ന ഒരു ഫോറിനർ പെണ്ണ് പേടിക്കും. അയാൾ പേടിക്കണ്ട, ഇതൊരു ലൈറ്ററാണ്, കണ്ടില്ലേ, കൊറിയയിലൊന്നും ഗൺസ് അലൗഡ് അല്ല, അതുകൊണ്ട് പേടിക്കണ്ട. അല്ലേലും ഇവിടെ ആർക്കാ സ്വന്തമായിട്ട് ഗണ്ണൊക്കെ. ആ സമയം ജോങ് ടേ അവിടെ ഒരു പ്രഗ്നൻ്റ് ലേഡി നിൽക്കുന്നതായി കാണും. പ്രഗ്നൻസിന് വേണ്ടിയുള്ള റിസർവ്ഡ് സീറ്റിലായിരിക്കും അയാൾ ഇരിക്കുന്നത്. അവർക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാനായി ആവശ്യപ്പെടും. അപ്പോൾ എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഇപ്പോൾ പറ്റില്ലെന്ന് പറയും. അപ്പോൾ ആ ലേഡിയും അത് കുഴപ്പമില്ല, ഇനിയൊരു പ്രശ്നം വേണ്ട, ഞാൻ നിന്നോണ്ടെന്ന് പറയും. പക്ഷെ അയാൾ റൂൾസ് പാലിക്കാത്തത് കൊണ്ട് ഇവന് നല്ല ദേഷ്യമുണ്ട്. അങ്ങനെ ഇവൻ നേരെ ചെല്ലുന്നത് ഇവൻ്റെ സ്കൂളിലേക്കാണ്. അവിടെ സാർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സാർ, ഇനി ലേറ്റ് ആയാൽ ഇങ്ങോട്ടേക്ക് വരേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇവൻ ആ ഗിറ്റാറിൻ്റെ ബാഗിൽ നിന്ന് ഒരു തോക്കെടുത്ത് ആദ്യം സാറിനെ കൊല്ലും. പിന്നെ ഇവൻ അവിടെയുള്ള എല്ലാവരെയും വെടിവെച്ച് പൊളിച്ചു കളയും. ഒരാളെപ്പോലും ബാക്കി വയ്ക്കില്ല. അവൻ അലറാൻ തുടങ്ങുന്നു. ഇപ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് സ്വയം വെടിവെച്ച് കളയും. ശേഷം കാണിക്കുന്നത് ഇവൻ്റെ ലൈഫ് എന്തായിരുന്നു എന്നുള്ളതാണ്. ഇവനൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്താണുള്ളത്. ഇവന് മാനസികമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മനസ്സ് പലതും ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും തലച്ചോറ് അതിനെ അനുവദിക്കുന്നില്ല. ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതൊക്കെയുണ്ട്. ഇവന് ഫ്രണ്ട്സൊന്നുമില്ല, ആർക്കും വലിയ വിലയൊന്നുമില്ല ഇവനോട്. ശേഷം ഒരു റെൻറ്റഡ് ഹൗസിൽ വാടക കൊടുക്കാത്തതുകൊണ്ട് അതിൻ്റെ ഓണർ തിരക്കി വരുമ്പോഴാണ് അവിടെ താമസിച്ചിരുന്നയാൾ തൂങ്ങി മരിച്ചതായി കാണുന്നത്. അങ്ങനെ പോലീസൊക്കെ അവിടെ എത്തും. അതിൽ സിഒ എന്നൊരു ഡിറ്റക്റ്റീവ് ഉണ്ട്. ആളാണ് ഇത് അന്വേഷിക്കാൻ വന്നിരിക്കുന്നത്. മരിച്ച ആളുടെ പോക്കറ്റിൽ നിന്നും കുറേ ബുള്ളറ്റ്സ് കണ്ടെത്തുന്നു. അത് കണ്ട് അവൻ ഞെട്ടും. സിഒ ലീയെ വിളിച്ച് ഇവിടെ ഒരു അർജൻറ്റ് സിറ്റുവേഷൻ ഉണ്ട്, ഒന്ന് ഇവിടേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കും. ലീ ഇതുപോലെ ഗൺസ്, ബുള്ളറ്റ്സ് ഇതിലൊക്കെ എക്സ്പേർട്ടായിരിക്കും. അവൻ മിലിറ്ററിയിലുള്ള ആളായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നു എന്ന് മാത്രം. മിലിറ്ററിയിൽ പോലും കിട്ടാൻ പാടുള്ള ഈ ബുള്ളറ്റ്സ് എങ്ങനെ ഇയാൾക്ക് കിട്ടി? ഇയാൾക്ക് എന്തായിരുന്നു ജോലി? അപ്പോൾ ഇയാൾക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറയും. അവിടുന്ന് റൂഫിലായി അതിലും കൂടുതൽ ബുള്ളറ്റ്സ് കണ്ടെത്തുന്നു. ശേഷം ജോങ് അവൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകും. അവിടെ അവൻ പഠിക്കുകയായിരിക്കും. എന്നാൽ അപ്പുറത്തെ റൂമിൽ വേറെ 2 പേര് ഫിസിക്കലി ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ശബ്ദവും ഒപ്പം ഇവൻ്റെ ടേബിളും ഒക്കെ കുലുങ്ങുന്നുണ്ട്. ശേഷം ഇവരുടെ സ്റ്റേഷനിലേക്ക് പുതിയ ഒരുത്തൻ ചാർജ് എടുക്കാൻ വരും. ഒരു പുതിയ പയ്യൻ. ഇവൻ്റെ പേര് ജിയോങ് എന്നാണ്. നല്ല ഗ്രേഡ്, ടൈക്കോണ്ടോയിൽ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ ഉണ്ട്. ആരാണ് സാർ എൻ്റെ ട്രെയിനിങ് ഓഫീസർ എന്ന് ചോദിക്കുമ്പോൾ ഇരിക്കുന്ന ആളാണെന്ന് പറഞ്ഞ് അവിടെ കമ്പ്യൂട്ടറിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന ലീയെ കാണിച്ചു കൊടുക്കും. പക്ഷെ അവൻ്റെ ഇരിപ്പൊക്കെ കണ്ടിട്ട് ഇവനൊരു മതിപ്പ് വരില്ല. അങ്ങനെ കാറിൽ പോകുമ്പോൾ അവൻ, നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ക്ലർക്ക് വല്ലതുമാണോ, അവിടെ ഇരുന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ പേപ്പർ വർക്ക് കൂടെ ഉൾപ്പെട്ടതാണെന്ന് പറയും. അതെ, പക്ഷേ പേപ്പർ വർക്കൊന്നുമല്ല എനിക്കിഷ്ടം. എൻ്റെ മിഷൻ എന്ന് പറയുന്നത് തെറ്റ് ചെയ്യുന്ന ഏത് ക്രിമിനലിനെയും പിടിക്കുക, അവർ വയലൻ്റ് ആണെങ്കിൽ ഷൂട്ട് ചെയ്ത് കൊന്നുകളയുക, ഇതൊക്കെയാണ്. ശേഷം ജോങ് ടേ അവിടുത്തെ ഫ്രിഡ്ജിൽ ഇവൻ്റെ ഫുഡ് നോക്കുമ്പോൾ കാണുന്നുണ്ടാവില്ല. അത് പറയാൻ അവിടുത്തെ മാനേജറിൻ്റെ അടുത്തേക്ക് ചെല്ലും. എൻ്റെ ഫുഡ് ആരോ എടുത്തു, എൻ്റെ അമ്മ എനിക്കായി അയച്ചതായിരുന്നു, ഇപ്പോൾ അത് കാണാനില്ല. ഓ, അത് കഷ്ടമായിപ്പോയി, ആരാണാവോ ചെയ്തത്. അവൻ മറ്റേ റൂമിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നതിനെ പറ്റിയും പറയും. അപ്പോൾ നീ എന്തിനാ അതൊക്കെ കേൾക്കാൻ പോണേ? അപ്പോൾ പുറത്തുള്ളവരെ അകത്തേക്ക് കയറ്റരുതെന്നല്ലേ റൂള്? പിന്നെ ആർക്കാ ഈ റൂൾസൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്?
അപ്പോൾ മാനേജർ, നീ ആദ്യം എപ്പോഴും ഈ പഠിപ്പുമായി നടക്കാതെ പുറത്തേക്കിറങ്ങി നല്ല വെയിലും വായുമൊക്കെ ശ്വസിക്കുക. ഇതൊക്കെ കേട്ട് അവനാകെ എന്തോ പോലെയാവും. അവിടെ വേറൊരു റൂമിലായി ഒരുത്തൻ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോങ്ടേ ചെന്ന്, ഞാൻ അപ്പുറത്തെ റൂമിലുള്ളതാണ്, ഇവിടെ സ്മോക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്, ഇതിൻ്റെ മണമടിച്ച് എനിക്ക് ശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ നീയാണല്ലേ ഇവിടെ പുകവലിക്കരുതെന്ന് പറഞ്ഞ് കടലാസ് ഇവിടെ ഒട്ടിച്ചു വെച്ചത്, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞ് അയാൾ പോകും. എന്നിട്ട് ജോങ്ടേക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഇവൻ ആ ഗിറ്റാറിൻ്റെ ബാഗിൽ നിന്ന് തോക്കെടുത്ത് അപ്പുറത്തിരിക്കുന്ന ഇവനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കും. പക്ഷേ അവന് കഴിയുന്നുണ്ടാവില്ല. ദേഷ്യം കൊണ്ട് അവൻ ശബ്ദമില്ലാതെ അലറുന്നു. ശേഷം ഒരു പെണ്ണ് പാർക്ക് എന്നൊരാളുടെ വീട്ടിലേക്ക് ചെല്ലും. നിങ്ങൾ ഒരു വാട്ടർ പ്യൂരിഫയർ വെച്ചിരുന്നല്ലോ, ഇത് ഞങ്ങളുടെ ഫസ്റ്റ് മെയിൻ്റനൻസ് വിസിറ്റ് ആണെന്ന് പറയും. അങ്ങനെ പതുക്കെ ഇയാൾ ഇവളുടെ അടുത്തേക്ക് ചെല്ലും. എന്തെങ്കിലും കുടിക്കാൻ വേണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ടെന്ന് പറയും. അയാൾ, നീ കല്യാണം കഴിച്ചാണോ എന്ന് ചോദിക്കുമ്പോൾ ആ കഴിഞ്ഞിട്ട് കുറച്ചായെന്ന് പറയും. അതിനിടയിൽ ഒരു പാർട്ട് തെറിച്ചു പോകുമ്പോഴാണ് അയാളുടെ കാലിലുള്ള ഒരു ആംഗ്ലറ്റ് മോണിറ്റർ അവൾ കാണുന്നത്. ഇത് ജയിലിലുള്ള കുറ്റവാളികൾക്ക് ഇട്ടുകൊടുക്കുന്ന ഒന്നാണ്. പരോൾ ഇറങ്ങിക്കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു എന്നറിയാൻ വേണ്ടി. ഇത് കണ്ട് അവൾ പേടിക്കും. പേടിച്ചുകൊണ്ട് തന്നെ അവൾ ആ വർക്ക് തീർക്കും. അത് കഴിഞ്ഞ് വേഗം പോകാൻ നേരം അയാൾ പതുക്കെ ആ ഡോർ അടക്കാനായി തുടങ്ങുന്നു. പെട്ടെന്ന് അവിടേക്ക് ലീ എത്തും. പോലീസാണ്. നിന്റെ ആംഗ്ലറ്റ് മോണിറ്റർ ഒന്ന് പരിശോധിക്കാനായി വന്നതാണ്. അതിൻ്റെ സിഗ്നൽ എവിടെയോ വെച്ച് കട്ടായി എന്നൊരു ഇൻഫോർമേഷൻ കിട്ടിയായിരുന്നു. ഈ ഗ്യാപ്പിൽ ആ പെണ്ണ് അവിടുന്ന് രക്ഷപ്പെടും. ജിയോങ്ങിനോട് അതൊന്ന് നോക്കാൻ പറയും. ലീ ആ പെണ്ണിൻ്റെ അടുത്ത് ചെന്ന് ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. അവൾ താങ്ക്സ് പറയും. അയാളുടെ കാലിൽ അത് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി എന്ന് പറയുന്നു. എന്നിട്ട് അവരെ പറഞ്ഞു വിടും. ശേഷം അയാൾ പോലീസുമായി സഹകരിക്കുന്നുണ്ടാവില്ല. എന്നിട്ട് മോണിറ്റർ ചെക്ക് ചെയ്യുന്നതിനിടയിൽ ഒരു സ്റ്റിക്ക് എടുത്ത് കുത്താൻ പോകുന്നതും പെട്ടെന്ന് ലീ അവിടെ എത്തുന്നു. നമുക്ക് പോവാമെന്ന് പറയുന്നു. അപ്പോഴാണ് ജിയോങ്ങിന് ലീയോട് ഒരു മതിപ്പൊക്കെ തോന്നുന്നത്. ശേഷം നൈറ്റ് ഡ്യൂട്ടിക്ക് ജിയോങ്ങിന് ഒരു ഗണ്ണ് കൊടുക്കും ചീഫ്. പക്ഷെ ലീയുടെ അടുത്ത് ഒരു ടേസർ ആയിരിക്കും ഉണ്ടാവുക, ഷോക്ക് അടിപ്പിക്കുന്ന ഒരു ഗണ്ണ്. അവന് അത് മതി എന്നായിരിക്കും. ജിയോങ് പുറത്തേക്ക് നോക്കി, ആഹാ എന്ത് നല്ല ശാന്തിയും സമാധാനമുള്ള അന്തരീക്ഷം. പെട്ടെന്ന് ചീഫ് ചെവിക്ക് പിടിച്ച് സ്റ്റേഷനിൽ ഇത് പറയുന്നതിനെ നിരോധിച്ചതാണ്, പറഞ്ഞത് തിരിച്ചെടുക്കടാന്ന് പറയുന്നു. ശേഷം ജോങ്ടേ പഠിക്കുന്ന സമയം പതിവ് പോലെ അപ്പുറത്തുനിന്ന് സൗണ്ട് വരാനും കുലുങ്ങാനും തുടങ്ങും. അവൻ ദേഷ്യം കൊണ്ട് കുറേ ചീത്ത വിളിക്കും. പക്ഷെ മറ്റവന് അത് നിർത്താൻ ഉദ്ദേശമില്ല. ഇനി ഇവൻ്റെ അടുത്തൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് അവൻ ആ തോക്കും കൊണ്ട് വെടിവെച്ച് പൊളിക്കും. അതിനിടയിൽ ആ പെണ്ണ് പോലീസിനെ വിളിക്കും. ഇവൻ അവിടെ തുരന്ന് ആ മൊബൈൽ വാങ്ങി ഉണ്ടായ സംഭവം അപ്പാർട്ട്മെൻറ്റ് എവിടെയാണെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവരെ കൊല്ലും. ശേഷം അപ്പാർട്ട്മെൻറ്റിൽ വെടിവെപ്പ് നടന്ന വിവരം ലീക്ക് കിട്ടുന്നു. ഈ വെടിയൊച്ച കേട്ട് മറ്റേ സ്മോക്ക് ചെയ്യുന്നവൻ പുറത്തേക്ക് വരും. അവന് വെടിവെക്കാൻ നേരം മാറിക്കളയും. എന്നെ കൊല്ലല്ലേ എന്ന് പറയുമ്പോൾ, ഇതുപോലെ ഞാനും നിന്നോട് നല്ല രീതിക്ക് പറഞ്ഞതല്ലേ, നീ കേട്ടില്ലല്ലോ. എന്നിട്ട് നേരെ മാനേജറിൻ്റെ ഓഫീസിലേക്ക് ചെല്ലും. നീയാണ് ഇവിടുത്തെ മാനേജർ, എന്നിട്ടും നീ ഇവിടെ ഒന്നും മാനേജ് ചെയ്തില്ല, ഒറ്റ വെടി. അതുപോലെ മറ്റവനെയും. എന്നിട്ട് ആ ഡോർ ലോക്ക് ചെയ്യും, ആരും പുറത്തു പോവാതിരിക്കാൻ. എന്നിട്ട് അവിടെയുള്ള എല്ലാവരോടുമായി, ഇതിലേത് പട്ടിയ എൻ്റെ ഫുഡ് എടുത്ത് കഴിച്ച് എന്ന് ചോദിക്കുന്നു. എന്നിട്ടൊരു ചിരി. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിന് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.